وسبحان الله بكرة وأصيلا لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا لا إله إلا الله الله أكبر الله أكبر ولله الحمد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ കൂടെ ഈദുൽ ഫിത്ർ ചെറിയ പെരുന്നാളിൻ്റെ സുദിനത്തിൽ സംഗമിക്കാൻ തക്ബീർ റാലി നടത്താൻ നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി കസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നടത്തിയ തക്ബീർ റാലിയും അതിലുടനീളം നമ്മൾ ചൊല്ലിയ തക്ബീർ ധ്വനികളും നമ്മിൽ നിന്ന് അല്ലാഹു തആല സാലിഹായ ഒരു കർമ്മമായി സ്വീകരിക്കട്ടെ. ഒരു മാസക്കാലം നമ്മൾ അനുഷ്ഠിച്ച നോമ്പ്, അതുപോലെ തന്നെ ആ മാസത്തിൽ നമ്മൾ നേടിയെടുത്ത ആ ഒരു വിശുദ്ധി, അതിനൊരിക്കലും പോറൽ ഏൽക്കാതെ ഇനിയുള്ള കാലം നമ്മൾ കഴിയുക, അതാണ് ചെറിയ പെരുന്നാൾ കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. അതല്ലാതെ വഴിവിട്ട രീതിയിലുള്ള ആഘോഷ പരിപാടികളും മറ്റും ഒരിക്കലും നമുക്ക് ഭൂഷണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോഴുള്ള അവസ്ഥ നമുക്കറിയാം. നമ്മുടെ ഏറ്റവും വലിയ വരുമാന മാർഗമായ ഗൾഫ് രാജ്യങ്ങളിൽ വളരെ ഭീതിയോടുകൂടെയാണ് നമ്മുടെ സഹോദരങ്ങൾ, അവിടെയുള്ള സ്വദേശികളാണെങ്കിലും വിദേശികളാണെങ്കിലും അവർ കഴിഞ്ഞുകൂടുന്നത്. നമുക്കറിയാം, അവിടെ പള്ളികളിൽ വെച്ച് ഈദ് നമസ്കാരം നിർവഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈദ് ഗാഹുകളിലാണ് നമസ്കാരം നടക്കാറുള്ളത്. ഖത്തർ പോലെയുള്ള പല രാജ്യങ്ങളിലും ഈദ് ഗാഹുകൾ പോലും ഈ പ്രാവശ്യം ഉണ്ടാവുകയില്ല എന്ന് അറിയിക്കണമെങ്കിൽ അത്രയും വലിയ ഒരു ഭീതിയിലാണ് അവിടെ കഴിയുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് യുദ്ധം അവിടെയല്ലേ, നമുക്ക് പ്രശ്നമില്ല എന്നൊക്കെയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സന്തോഷവേളയിൽ ഈ തരത്തിൽ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ തിക്തഫലങ്ങൾ നമ്മളും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പ്രത്യേകമായി അറിയിക്കാനുള്ളത്, 5 രാത്രികൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന അല്ലാഹു തആല ഏറ്റവും കൂടുതൽ നമ്മുടെ ഇബാദത്തുകളും ദുആകളും കബൂൽ ചെയ്യുന്ന രാത്രികളിൽ പെട്ട ഒരു രാത്രിയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകമായി ദുആകളിൽ ഈ യുദ്ധം അവസാനിക്കാനും ഇതിൻ്റെ യുദ്ധക്കെടുതികളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാനും വേണ്ടിയായിരിക്കണം. ആ ഒരു സന്ദേശമാണ് ഈ സമയത്ത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മഹല്ല് നിവാസികളോടും നാട്ടുകാരോടും അറിയിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യുദ്ധം എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കട്ടെ.
അതിൻ്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിൽ നിന്ന് നമ്മെയും നമ്മുടെ നാടിനെയും മുസ്ലിം ലോകത്തെ ആകമാനം അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യവും അതുപോലെ തന്നെ മറ്റൊരുപാട് രാജ്യങ്ങളും അതിലുള്ള ജാതിമത ഭേദമന്യേ ഉള്ള ആളുകൾ കൂടുതലും ആശ്രയിക്കുന്നത്, നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് ഗൾഫ് നാടുകളാണ്. അവിടെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോൾ ഒരിക്കലും നമ്മെ അത് ബാധിക്കാതിരിക്കുകയില്ല. ഇപ്പോൾ താൽക്കാലികമായി നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിലും നമുക്കറിയാം പല മേഖലകളിലും നമ്മൾ ഇതിൻ്റെ യുദ്ധക്കെടുതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഊന്നി എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഈ രാത്രി വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ്. ഒരു മാസക്കാലം നമ്മൾ ഒരുപാട് അള്ളാഹുവിന് വേണ്ടി വഴിപ്പെട്ട് ജീവിച്ചതാണ്. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും അള്ളാഹു തആല തട്ടിക്കളയുകയില്ല. നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അള്ളാഹു തആല നമ്മുടെ പ്രാർത്ഥന കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വൈകിയ വേളയിൽ കൂടുതൽ സംസാരിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മുടെ നാടിനെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅമാൽ. എല്ലാവർക്കും എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വെള്ളിയാഴ്ച അറിയിച്ചതുപോലെ പെരുന്നാൾ നമസ്കാരം കൃത്യം 8 മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. എല്ലാവർക്കും അറിയാലോ, ആദ്യം നിസ്കാരമാണ്, പിന്നെയാണ് ഖുതുബ. അതുകൊണ്ട് തന്നെ ഒരു 7:30 മണിക്ക് തന്നെ പള്ളിയിൽ എല്ലാവരും എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.